പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കിയാൽ തളങ്കരക്കാരുടെ മേൽവിലാസം മാറും. പ്രവാസികൾ ഏറെയുള്ള പ്രദേശമായതിനാൽ പാസ്പോർട്ട് അടക്കം പ്രധാന രേഖകളിൽ മാറ്റം വരുത്തുന്നതിനായി നെട്ടോട്ടമോടേണ്ടി വരും. ഇത്തരത്തിൽ വലിയ ദുരിതം നൽകുമെന്നതിനാൽ പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കുവാനുള്ള ഉത്തരവിനെതിരെ ഒരു നാടൊന്നാകെ പ്രക്ഷോഭ രംഗത്താണ്. നഷ്ടക്കച്ചവടത്തിന്റെ പേരു പറഞ്ഞ് പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടുവാനുള്ള നീക്കത്തിൽ നിന്നും അധികൃതർ പിന്മാറണമെന്നാണ് പോസ്റ്റ് ഓഫീസ് സംരക്ഷണ സമിതിയുടെ ആവശ്യം. ഭീമ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. 1955 തളങ്കര കടവത്ത് തളങ്കര സബ് പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത്. അന്നു മുതൽ തളങ്കര പ്രദേശവാസികളുടെ പ്രധാന ആശയവിനിമയ മാർഗമായി നിലകൊണ്ട ഈ പോസ്റ്റ് ഓഫീസ് നാടിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന സ്ഥാപനമാണ്. ഇന്നും പലരും പോസ്റ്റ് ഓഫീസിൻ്റെ ആധുനിക കാലഘട്ടത്തിൻ്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. ഇതിനിടയിലാണ് എക്കണോമിയുടെ പേര് പറഞ്ഞ് തളങ്കര സബ് പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കി ഹെഡ് പോസ്റ്റ് ഓഫീസിനോട് ലയിപ്പിക്കുവാൻ നീക്കങ്ങൾ ആരംഭിച്ചത്. ഇതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഇതോടെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. പോസ്റ്റ് ഓഫീസ് സംരക്ഷണ സമിതി രൂപീകരിച്ചാണ് ഒന്നാം ഘട്ട പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച രാപ്പകൽ സമരത്തിൽ നാട്ടുകാരുടെ വൻ പ്രതിഷേധമാണ് അലയടിച്ചത്. നാട്ടുകാരുടെ മേൽവിലാസം മാറുകയും പ്രവാസികൾ ഏറെയുള്ള പ്രദേശമായതിനാൽ പാസ്പോർട്ടടക്കം പ്രധാന രേഖകളിൽ മാറ്റം വരുത്തുന്നതിനുമായി നെട്ടോട്ടമോടേണ്ടി വരുമെന്നതടക്കമുള്ള നിരവധി പ്രശ്നങ്ങളെയാണ് തളങ്കരക്കാർക്ക് അഭിമുഖീകരിക്കേണ്ടി വരികയെന്ന് പ്രദേശവാസിയും കാസർഗോഡ് നഗരസഭാ വൈസ് ചെയർമാനുമായ KM ഹനീഫ് പറഞ്ഞു. ഞങ്ങൾ തളങ്കര നിവാസികൾ കഴിഞ്ഞ ദിവസം ഒരു വലിയ മഹാസമരം ഇവിടെ കാസർഗോഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടത്തുകയുണ്ടായി. അത് എന്തെന്നാൽ ഞങ്ങൾ കഴിഞ്ഞ 70 വർഷമായി തളങ്കരയിൽ ഒരു പോസ്റ്റ് ഓഫീസ് ഉപയോഗിച്ചു കൊണ്ടിരുന്നു. 1955 സ്ഥാപിതമായ ആ പോസ്റ്റ് ഓഫീസ് ഈ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാസം നിർത്തുമെന്ന് പറഞ്ഞുള്ള ഒരു നോട്ടീസ് വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു സമരസമിതി രൂപീകരിച്ച് അതിൻ്റെ പ്രാരംഭ നടപടിയായി 24 മണിക്കൂർ രാപ്പകൽ സമരം കാസർഗോഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ കഴിഞ്ഞ ദിവസം വളരെ വലിയ ജനപങ്കാളിത്തത്തോടുകൂടി നടത്തുകയുണ്ടായി. ഈ പോസ്റ്റ് ഓഫീസ് നിർത്തുക എന്നതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റിയുടെ പ്രശ്നമാണ്. വളരെ കാലമായി ഞങ്ങൾക്ക് കത്തുകൾ വന്നുകൊണ്ടിരുന്നത് 671122 എന്ന ഒരു പിൻകോഡിലായിരുന്നു. ഇത് നിർത്തലാക്കിയാൽ ഞങ്ങളുടെ അഡ്രസ്സൊക്കെ മാറുകയാണ്. അഡ്രസ്സ് മാറിയാൽ ഞങ്ങളുടെ പാസ്പോർട്ട് മാറും, നമ്മുടെ പാൻ കാർഡ് മാറും, നമ്മുടെ എല്ലാ രേഖകളും മാറും. ഇത് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇത് സെൻട്രൽ ഗവൺമെൻറ് ഇത് എക്കണോമിക് എന്ന് പറഞ്ഞിട്ടാണ് ഇത് നിർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ശ്രമിക്കുന്നത്. സത്യത്തിൽ ഇതൊരു സേവന വിഭാഗമാണ് പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. നഷ്ടക്കച്ചവടത്തിന്റെ പേര് പറഞ്ഞാണ് പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടുവാൻ നീക്കം നടത്തുന്നതെന്നും എന്നാൽ പോസ്റ്റ് ഓഫീസ് സേവന വിഭാഗമാണെന്നും ഇത് എക്കണോമിയുടെ പേരിൽ അടച്ചുപൂട്ടുന്നത് പ്രതിഷേധാർഹമാണെന്നും എഴുത്തുകാരനും പോസ്റ്റ് ഓഫീസ് സംരക്ഷണ സമിതി വൈസ് ചെയർമാനുമായ TA ഷാഫി പറഞ്ഞു. തളങ്കരയിൽ 1955 സബ് പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത്. പ്രവാസികൾ ഒരുപാടുള്ള ഒരു സ്ഥലമെന്ന നിലയിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കേന്ദ്രമായിരുന്നു തളങ്കര പോസ്റ്റ് ഓഫീസ്. അതിനെ ഇന്നും ജനങ്ങൾ പ്രയോജനകരമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് അടുത്ത മാസം 9 ഫെബ്രുവരി 9 ഈ പോസ്റ്റ് ഓഫീസ് നഷ്ടക്കച്ചവടം എന്ന പേരിൽ പൂട്ടിയിടാൻ പോവുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സ്വാഭാവികമായിട്ടും ഇതിനെതിരെ തളങ്കരയിലെ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധം അലയടിക്കുന്നുണ്ട്. ഈ നഷ്ടം എന്ന് പറഞ്ഞ് പൂട്ടിയിടാൻ ഇത് സൂപ്പർ മാർക്കറ്റൊന്നും അല്ലല്ലോ. പൊതുജനങ്ങൾക്ക് സേവനം നൽകേണ്ട ഒരു സർക്കാർ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് 1955 മുതൽ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസ് നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് നിർത്തലാക്കാൻ പോകുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് വരുന്നത്. അവിടുത്തെ ജനങ്ങൾ പല ആവശ്യങ്ങൾക്കും ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ പല ആവശ്യങ്ങൾക്കും ഈ പോസ്റ്റ് ഓഫീസിനെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എന്നിട്ടും ഈ പോസ്റ്റ് ഓഫീസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഏത് ഗൂഢനീക്കത്തിന്റെ ഭാഗമാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഏതായാലും നാട് ഒന്നടങ്കം ശക്തമായിട്ട് പ്രതിഷേധത്തിന് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് രാപ്പകൽ സമരം രാവിലെ മുതൽ ആരംഭിച്ചു. നാളെ രാവിലെ വരെ രാപ്പകൽ സമരം തുടരും. ജനപ്രതിനിധികളടക്കം നാട്ടുകാരുടെ ഒന്നടങ്കം പിന്തുണ ഈ സമരത്തിനുണ്ട്.
പോസ്റ്റ് ഓഫീസ് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് രാപ്പകൽ സമരം നടത്തിയതിന് പിന്നാലെ വരും ദിവസങ്ങളിലും ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുവാനാണ് തളങ്കര പോസ്റ്റ് ഓഫീസ് സംരക്ഷണ സമിതിയുടെ തീരുമാനം. തളങ്കര പ്രദേശത്തിൻ്റെ പ്രധാന ആശയവിനിമയ ഉപാധികളിലൊന്നാണ് ഈ പോസ്റ്റ് ഓഫീസ്. എക്കണോമിയുടെ പേര് പറഞ്ഞു ഈ പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കുവാനുള്ള ഉത്തരവിറങ്ങിയത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കുന്നത്. സേവന വിഭാഗമായ പോസ്റ്റ് ഓഫീസ് എക്കണോമിയുടെ പേരിൽ ഒഴിവാക്കുവാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും ഉത്തരവ് പിൻവലിക്കുന്നതുവരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. ക്യാമറാമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്.